നമസ്കാരം. കമ്മ്യൂണിസ്റ്റുകാർ ഏഷ്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന നാടാണ് കേരളം. ഇന്ന് നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനവുമാണ് കേരളം. ഈ പരിതോവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരെ അവർ നയിക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരുകളെ എത്തിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം അവർ പരിസ്ഥിതിയോടും പ്രകൃതിയോടും സ്വീകരിച്ച സമീപനമാണ്. വികസനം എന്ന മുദ്രാവാക്യം സുപ്രധാനമായി തീർന്നപ്പോൾ പരിസ്ഥിതി അവർക്ക് ശത്രുപക്ഷത്തായി. അതുകൊണ്ട് വികസനവാദികളുടെ ശത്രുപക്ഷത്ത് പരിസ്ഥിതിവാദികളെ നിർത്തി. പരിസ്ഥിതിവാദികളെ കളിയാക്കാൻ അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം കപട പരിസ്ഥിതിവാദികൾ എന്നാണ്. വികസനത്തിന് മുമ്പിൽ പരിസ്ഥിതി ഒരു പ്രശ്നമല്ല എന്നും മനുഷ്യന്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാൻ മനുഷ്യർക്ക് അവകാശമുണ്ട് എന്നുമുള്ള ഒരു മിഥ്യാധാരണയിലാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലമായി അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ലോകത്തിലെല്ലായിടത്തും സ്വീകരിച്ചു വന്ന ഒരു നയം അതാണ്. പക്ഷെ അത് ശരിയാണോ? യഥാർത്ഥത്തിൽ മാർക്സ്, കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ മാർക്സ് പരിസ്ഥിതിയോടും പ്രകൃതിയോടും ഈ മണ്ണിനോടും സ്വീകരിച്ച സമീപനം എന്താണ്? അത് കണ്ടിട്ട് മനുഷ്യരോട് പറയേണ്ടവർ, ആ പാഠങ്ങൾ സഖാക്കളെയും സ്വന്തം പാർട്ടിക്കാരെയും നാട്ടുകാരെയും പഠിപ്പിക്കേണ്ടവർ ആ ദൗത്യം എവിടെയോ വെച്ച് മറന്നുപോയി എന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് മനുഷ്യരുമായി, മണ്ണുമായി, പ്രകൃതിയുമായി നഷ്ടപ്പെട്ട ഒരു പൊക്കിൾക്കൊടി ബന്ധം അതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇന്ന് മാർക്സിൻ്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളിലൂടെ ഏതാനും മിനിറ്റ് കടന്നു പോവുകയാണ്. ഇന്നത്തെ വർത്തമാനം അതാണ്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പിറന്നത്. മാർക്സ് അതാണല്ലോ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവത്തിൻ്റെ മാർഗരേഖ അതായിരുന്നല്ലോ. ലോകത്തിലെ തൊഴിലാളി വർഗത്തിന്, അധ്വാനിക്കുന്ന മനുഷ്യന്മാർക്ക് വിമോചനത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്ത ഗ്രന്ഥമായിരുന്നു ആ കൊച്ചു പുസ്തകം. 1848 അത് പുറത്തിറങ്ങുന്നത്. എന്നാൽ സാക്ഷാൽ മാർക്സ് ആ പുസ്തകം എഴുതുന്നതിൻ്റെ 4 കൊല്ലം മുമ്പ് ആദ്യമായി ലോകത്തിന് വേണ്ടി സമർപ്പിച്ചത് മനുഷ്യൻ്റെ മാനിഫെസ്റ്റോ ആയിരുന്നില്ല, പ്രകൃതിയുടെ മാനിഫെസ്റ്റോ ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിക്കപ്പെടുന്നതിൻ്റെ 4 കൊല്ലം മുമ്പ് 1844 എക്കണോമിക് ആൻഡ് ഫിലോസഫിക് മാനുസ്ക്രിപ്റ്റ് എന്ന പേരിൽ മാർക്സ് എഴുതിയ ഗ്രന്ഥം വളരെ വിഖ്യാതമാണ്. മാർക്സിൻ്റെ സമ്പൂർണ്ണമായ ശേഖരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത്ഭുതത്തോടെ നമ്മളത് അറിയും. പാരീസ് മാനുസ്ക്രിപ്റ്റ് എന്നും അതിന് പേര് പറയാറുണ്ട്. അതിലെ വിഖ്യാതമായ ഒരു വചനം വായിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മാർക്സിനെ പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം ചൂണ്ടിക്കാണിക്കുന്ന വിഖ്യാതമായൊരു പ്രഖ്യാപനമുള്ളത് അതിലാണ്. നേച്ചർ ഈസ് ദ ഇനോർഗാനിക് ബോഡി ഓഫ് മാൻ എന്ന പ്രഖ്യാപനം മാർക്സിന് മുമ്പോ പിമ്പോ ആരും നടത്തിയിട്ടില്ല. എന്താണ് ആ പ്രഖ്യാപനത്തിൻ്റെ അർത്ഥം? പ്രകൃതി മനുഷ്യൻ്റെ അജൈവ ശരീരമാണ്. മനുഷ്യ സമൂഹത്തിന് 2 ശരീരങ്ങളുണ്ട്. ഒന്ന് ജൈവ ശരീരം, മറ്റൊന്ന് അജൈവ ശരീരം. ജൈവ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ മജ്ജയും മാംസവും അടങ്ങുന്ന നമ്മുടെ ഓരോ മനുഷ്യൻ്റെയും ശരീരമാണ്. എന്നാൽ ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ ശരീരങ്ങളെ നിലനിർത്തണമെങ്കിൽ അതിൻ്റെ കവചമായി വർത്തിക്കുന്ന മറ്റൊരു ശരീരം ഉണ്ടാകണം മാനവരാശിക്ക്. ആ ശരീരമാണ് പ്രകൃതി. അതാണ്, പ്രകൃതിയാണ് മനുഷ്യൻ്റെ അജൈവ ശരീരം എന്ന് പറഞ്ഞാൽ ആ ശരീരമില്ലെങ്കിൽ ആലോചിച്ചു അതിൻ്റെ കൃത്യമായ അർത്ഥം എന്താണ്? സ്വന്തം ശരീരത്തെ, ജൈവ ശരീരത്തെ ആക്രമിച്ചാൽ, അപായപ്പെടുത്തിയാൽ ഒരു മനുഷ്യൻ മരിക്കും എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമാണ്. എന്നാൽ അജൈവ ശരീരമായ പ്രകൃതിയെ ആക്രമിച്ചാലോ, നശിപ്പിച്ചാലോ, തകർത്താലോ സംഭവിക്കുന്ന എന്താണ്? മാനവരാശിയുടെ തന്നെ വംശനാശമായിരിക്കും ഫലം. ഇത് പറഞ്ഞ ദാർശനികൻ്റെ പേരാണ് മാർക്സ്. നിർഭാഗ്യവശാൽ നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള മുറവിളികൾക്കിടയിൽ ഈ വാക്യം ആദ്യം മറന്നുപോകുന്നത് മാർക്സിസ്റ്റുകളാണ് എന്ന് സങ്കടത്തോടെ പറയാതെ വയ്യ. 1844 ഈ പ്രഖ്യാപനം. പിന്നെയും അടുത്ത വർഷം അദ്ദേഹം എഴുതിയ ജർമ്മൻ ഐഡിയോളജി എന്ന പുസ്തകം, ജർമ്മൻ ഐഡിയോളജിയിൽ ജർമ്മൻ പ്രത്യയശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയാവുന്ന പുസ്തകത്തിൽ മാർക്സ് പറഞ്ഞു, കൃത്യമായി മാനിഫെസ്റ്റോ എന്ന് തന്നെ പ്രയോഗിച്ചു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ചരിത്രവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഭൗമഘടനയുടെയും കാലാവസ്ഥയുടെയും ജലലഭ്യതയുടെയും മറ്റുമായ പ്രാകൃതിക സാഹചര്യങ്ങളിലാണ് മനുഷ്യർ തങ്ങളെ തന്നെ കണ്ടെത്തുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. പ്രകൃതിയെ മറന്നാൽ മനുഷ്യന് സ്വയം കണ്ടെത്താനാവില്ല. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനില്ല എന്ന പാഠമാണത്. 2, ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞു, എല്ലാ ചരിത്രാന്വേഷണങ്ങളും ആരംഭിക്കേണ്ടത് പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതി ഇല്ലെങ്കിൽ ചരിത്രമില്ല. ചരിത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് മാർക്സിസം. അതുകൊണ്ട് ചരിത്രം ആരംഭിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. പ്രകൃതിയെ അവഗണിച്ചുകൊണ്ട് ചരിത്രമില്ല, ചരിത്രത്തിൻ്റെ പഠനമില്ല, വിപ്ലവമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കൃത്യമായി ചൂണ്ടിക്കാണിച്ചത്. അത് 1845 അപ്പോഴും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പറഞ്ഞിട്ടില്ല, നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പിന്നെ ഉണ്ടാകുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ്. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തുണ്ടായൊരു വലിയ അന്ധവിശ്വാസം, ഇനി അങ്ങോട്ട് അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ അധ്വാനം മാത്രം മതി,
അധ്വാനമാണ് എല്ലാം എന്ന ഒരു ധാരണ മനുഷ്യർക്ക് പരന്നു, മനുഷ്യ സമൂഹത്തിൽ പരന്നു. ഒരുപക്ഷെ അത് പരത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളും പങ്കുവഹിച്ചു. പ്രകൃതിയെ അവഗണിച്ചുകൊണ്ട് മനുഷ്യൻ്റെ അധ്വാനം മതി ലോകം കീഴടക്കാൻ എന്ന ഒരു ധാരണ, അധ്വാനം എന്ന സമ്പത്ത് മാത്രം മതി മനുഷ്യന്, മറ്റൊന്നും ആവശ്യമില്ല എന്ന ഒരു ധാരണ വന്നു. 1848 അത് വന്നിട്ട് 10 കൊല്ലം കൊണ്ട് ഭൂമിയിൽ ഇങ്ങനൊരു അന്ധവിശ്വാസം പരന്നിരിക്കുന്നു എന്ന് മാർക്സ് തന്നെ വായിച്ചെടുത്തു. അടുത്ത കൊല്ലം 11 കൊല്ലം കഴിഞ്ഞപ്പോൾ 1859 മാർക്സ് തന്നെ എഴുതി, അധ്വാനം കൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കുന്ന മനുഷ്യ, നീ പ്രകൃതിയിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് രാഷ്ട്രീയ സമ്പദ് ശാസ്ത്രത്തിന് ഒരു സംഭാവന എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: ഉപയോഗമൂല്യം അഥവാ യൂസ് വാല്യൂ, ഉപയോഗമൂല്യങ്ങളുടെ സ്രോതസ്സ് അധ്വാനം മാത്രമല്ല. അധ്വാനിച്ചാൽ ഉണ്ടാകുന്ന മൂല്യമാണ് ഉപയോഗമൂല്യം, യൂസ് വാല്യൂ. അതാണ് ലോകത്തിൻ്റെ സമ്പത്തിൻ്റെ അടിത്തറ എന്നാണ് അതുവരെ ഉണ്ടായിരുന്ന ധാരണ. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പഠിപ്പിച്ചതും അതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അതല്ല, അതിനെ നിങ്ങൾ തിരുത്തി വായിക്കണം. ഉപയോഗമൂല്യങ്ങളുടെ സ്രോതസ്സ് അധ്വാനം മാത്രമല്ല, അധ്വാനം എന്നത് പ്രകൃതി ഘടകങ്ങളെ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ മനുഷ്യർക്ക് അഭിഗമ്യമാക്കാനുള്ള സ്വോപയോഗ പ്രവർത്തനമാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഭൗതിക വിനിമയങ്ങളുടെ വ്യവസ്ഥയാണ് അധ്വാനം. ആലോചിച്ചു, അധ്വാനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമല്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വിനിമയമാണ് അധ്വാനം എന്ന് പറഞ്ഞാൽ പ്രകൃതി ഇല്ലെങ്കിൽ അധ്വാനമില്ല, മനുഷ്യൻ മാത്രമുണ്ടായാൽ അധ്വാനമായില്ല, തൊഴിലാളി മാത്രമുണ്ടായാൽ അധ്വാനമില്ല എന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലെ 1859 ഈ പുസ്തകത്തിലെ കൃത്യമായ പ്രയോഗം തന്നെ ഇങ്ങനെയാണ്: ലേബർ ഈസ് എ നേച്ചുറൽ കണ്ടീഷൻ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്, എ കണ്ടീഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ്റർചേഞ്ച് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ എന്നാണ്. കൃത്യമായ പ്രയോഗമാണത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള വിനിമയമാണ് ലേബർ അല്ലെങ്കിൽ അധ്വാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1859 നിന്ന് ഒരു 8 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത പുസ്തകമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഖ്യാതമായ പുസ്തകമായ മൂലധനം. ദാസ് ക്യാപിറ്റൽ വരുന്നത് 1867 ലോകത്തിൻ്റെ അടിത്തറയായി വർത്തിക്കുന്ന, മാനവരാശിയുടെ പുരോഗതിയുടെ വെളിച്ചമായി വർത്തിക്കുന്ന സമ്പദ്ഘടനയുടെ ഒരു വിശകലനമാണ് ആ പുസ്തകം. പക്ഷെ ആ പുസ്തകത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ആരാണ് ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന ചോദ്യം മാർക്സ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ധാരണ ഒന്നുകിൽ ദൈവത്തിൻ്റെതാണ് ഭൂമി, അല്ലെങ്കിൽ ജന്മിയുടേതാണ് ഭൂമി, അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ ദേവസ്വത്തിൻ്റെതാണ് ഭൂമി, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ധാരണ. പക്ഷേ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുടേതാണ് ഭൂമി, അതല്ലെങ്കിൽ മാർക്സിസം വന്നപ്പോൾ നമ്മുടെ ഒരു ധാരണ ഭരണകൂടത്തിൻ്റെതാണ്, ഗവൺമെൻറ്റിൻ്റെതാണ്, രാഷ്ട്രത്തിൻ്റെതാണ് ഭൂമി എന്നൊക്കെയാണുള്ള ധാരണ. ഈ ധാരണയെ മുഴുവൻ പൊളിക്കുന്നുണ്ട് മാർക്സ്. അതിങ്ങനെയാണ്, ആ ഒരു വാക്യം ഞാൻ വായിക്കാം: ഉയർന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക ക്രമീകരണത്തിൻ്റെ അഥവാ സോഷ്യലിസത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിക്കു മേലുള്ള സ്വകാര്യ ഉടമസ്ഥത ഒരു മനുഷ്യനുമേൽ മറ്റൊരാൾക്കുള്ള ഉടമസ്ഥതയോളം തന്നെ ഹീനമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനോ അല്ലെങ്കിൽ നിലവിലുള്ള സമൂഹങ്ങൾക്ക് മുഴുവനായി പോലുമോ ഭൂമിയുടെ സമ്പൂർണമായ ഉടമസ്ഥത അവകാശപ്പെടാനാവില്ല. ഉത്തമനായ ഒരു കുടുംബനാഥനെ പോലെ ഭൂമിയിലെ പാർപ്പുകാർ മാത്രമായ മനുഷ്യ സമൂഹം അതിനെ വരും തലമുറകൾക്ക് കൈമാറുകയാണ് വേണ്ടത് എന്ന് മാർക്സ് പറയുന്നുണ്ട്. നമ്മുടെ ധാരണ സോഷ്യലിസം വന്നാൽ ഭൂമി ഉൾപ്പെടെയുള്ള ഉൽപ്പാദനോപാധികൾ മുഴുവനും ഭരണകൂടത്തിൻ്റെ കയ്യിൽ, രാഷ്ട്രത്തിൻ്റെ കയ്യിൽ, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വരും എന്നാണ് ധാരണ. അങ്ങനെ വരുത്താൻ ശ്രമിച്ചതാണ് സോവിയറ്റ് യൂണിയൻ. പക്ഷേ മാർക്സ് 1867 തന്നെ മൂലധനത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഭരണകൂടങ്ങൾക്ക് പോലും കൊടുക്കാൻ പാടില്ല. സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ മാരകമാണ് ഭരണകൂടങ്ങൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഭൂമി ആരുടേതാണ്? ഭൂമി ആരുടേതുമല്ല. ഭൂമി സൂക്ഷിച്ചു വെക്കുന്ന ഒരു കസ്റ്റോഡിയൻ്റെ റോള് മാത്രമേ മനുഷ്യനുള്ളൂ. സൂക്ഷിച്ചു വെക്കാൻ ഒരു വസ്തു നമ്മളെ ഏൽപ്പിച്ചാൽ വേണ്ടത് അത് അടുത്ത തലമുറക്ക് കൈമാറാൻ സുരക്ഷിതമായി, പരിക്കേൽക്കാതെ, ആക്രമിക്കാതെ, യാതൊരു ഡാമേജും കേടുപാടുകൾ പറ്റാതെ ആ ഭൂമി അനന്തര തലമുറക്ക് കൈമാറാൻ കഴിയണം. അതുകൊണ്ട് ഭൂമിയെ പരിക്കേൽപ്പിക്കരുത് എന്ന് കൃത്യമായി മൂലധനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 1867. പക്ഷേ ചരിത്രത്തിൽ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നുവോ അപ്പോഴൊക്കെ ഭൂമിയെ അവഗണിക്കുകയും ഈ ഭൂമി ഭരണകൂടത്തിൻ്റെ സ്വത്താണ്, അതുകൊണ്ട് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഭരണകൂടത്തിനാണ് എന്ന് പറഞ്ഞ് സ്വകാര്യ ഉടമസ്ഥതയ്ക്കെതിരായി ശബ്ദിക്കുമ്പോഴും പൊതു ഉടമസ്ഥത എന്ന അധികാരം ഭൂമിക്ക് മേൽ പ്രയോഗിക്കുന്ന ഒരു സംസ്കാരമാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നും സ്വീകരിച്ചു വന്നത്. അത് അബദ്ധമായിരുന്നു എന്ന് ആദ്യം പറഞ്ഞയാൾ തീർച്ചയായിട്ടും മാർക്സാണ്. ഇങ്ങനെ ഈ മുതലാളിത്ത കൃഷി, അദ്ദേഹം ഒരു കാര്യം കൂടി മൂലധനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് വളരെ ഗംഭീരമായൊരു വാക്യം കൂടി പറയുന്നുണ്ട്: മുതലാളിത്ത കൃഷി തൊഴിലാളികളുടെ അധ്വാനത്തെ എന്ന പോലെ എല്ലാ വിഭവങ്ങളുടെയും സ്രോതസ്സായ പ്രകൃതിയെയും അടിതുരന്ന് ഇല്ലാതാക്കുന്നു.
നമുക്കിപ്പോൾ വേണ്ടത്, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോൾ വയനാട്ടിലേക്ക് സഖ്യപർവ്വതം തുരന്ന് അല്ലെങ്കിൽ നമ്മുടെ പശ്ചിമഘട്ടം തുരന്നിട്ട് നമുക്ക് അതിവേഗത്തിലെത്താൻ വയനാട്ടിലേക്ക് തുരങ്കപാത വേണം. നമ്മളിപ്പോൾ അതിവേഗത്തിൽ ശബരിമല അയ്യപ്പനെ തൊഴാൻ നമുക്ക് ശബരിമലയിൽ വിമാനത്താവളം വേണം. ഇതിനൊക്കെ വേണ്ടി നമ്മൾ നശിപ്പിക്കുന്ന, നമ്മൾ അപായപ്പെടുത്തുന്ന പ്രകൃതിയുടെ രോദനത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും നമ്മെ അലട്ടുന്നില്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ നാട് ഭരിക്കുമ്പോൾ. ഈ സമയത്ത് ഈ മാർസിൻ്റെ വീക്ഷണം തന്നെ സത്യത്തിൽ ആരെയാണ് നമ്മൾ ആദ്യം അവഗണിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ നാട് ഭരിക്കുമ്പോൾ പ്രകൃതിയെ അവഗണിക്കുന്നു, പ്രകൃതിയുടെ നിലവിളിക്ക് കാതുകൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം കമ്മ്യൂണിസ്റ്റുകാർ ആദ്യം അവഗണിക്കുന്നത്, ആദ്യം ആക്ഷേപിക്കുന്നത്, ആദ്യം തള്ളിക്കളയുന്നത് മാർസിനെയാണ് എന്ന് അവർ കാണാതിരുന്നുകൂടാ. ഞാൻ അവസാനത്തെ പുസ്തകം അത് ഓർക്കേണ്ടതാണ്. മാർസിൻ്റെ അവസാനത്തെ പുസ്തകം, മാർസിൻ്റെ ആദ്യത്തെ പുസ്തകം തൊട്ട് അവസാനത്തെ പുസ്തകം വരെ, ഇനി അവസാനത്തെ പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 1881 മാർസ്, പിന്നീട് അദ്ദേഹം രോഗിയായി 83 മരിച്ചല്ലോ. അവസാനത്തെ പുസ്തകം ഗോധാ പരിപാടിയുടെ വിമർശനമാണ്. ആ പുസ്തകത്തിലാണ് എംഗൽസ് ആദ്യമായി ഈ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത എന്ന പുസ്തകം, എംഗൽസാണ് അത് പൂർത്തിയാക്കുന്നത്, മാർസ് അത് തുടങ്ങി വെച്ചെങ്കിലും, പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മകത എന്ന പ്രയോഗത്തിലൂടെ അവസാനത്തെ പുസ്തകത്തിലും മാർസ് വിശദീകരിക്കുന്നുണ്ട്. പ്രകൃതിയുടെ മേൽ മനുഷ്യൻ നേടിയ വിജയങ്ങളെ ചൊല്ലി അതിരു കവിഞ്ഞ ആത്മപ്രശംസ നടത്തേണ്ടതില്ല. അത്തരം ഓരോ വിജയത്തിനും പ്രകൃതി പകരം വീട്ടുന്നുണ്ട്. പ്രകൃതിക്ക് മേലുള്ള ഓരോ വിജയവും ഉളവാക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച ഫലങ്ങളാണ് എന്നത് ശരി തന്നെ. എന്നാൽ രണ്ടാമതും മൂന്നാമതും അത് ഉളവാക്കുന്നത് തികച്ചും വ്യത്യസ്തവും അപ്രതീക്ഷിതവും പലപ്പോഴും ആദ്യത്തേതിനെ തട്ടിക്കിഴിക്കുന്നതുമായ ഫലങ്ങളാണ്. നമ്മൾ ഓർക്കേണ്ടത്, ഈ വാക്യം നമ്മൾ വായിക്കേണ്ടത് പുതിയ ആഗോളതാപനത്തിൻ്റെ കാലത്താണ്. നമ്മുടെ പഞ്ചാംഗ കണക്കുകളൊക്കെ കാലാവസ്ഥയുടെ കണക്ക് തെറ്റിക്കുന്ന കാലത്താണ്. ഇടവപ്പാതി എവിടെയെന്ന് നമ്മൾ ചോദിക്കുന്ന കാലത്താണ്. തിരുവാതിര ഞാറ്റുവേല എവിടെയെന്ന് നമ്മൾ ചോദിക്കുന്ന കാലത്താണ്. തുലാവർഷം എവിടെയെന്ന് നമ്മൾ ചോദിക്കുന്ന കാലത്താണ്. മാർസ് ഇത് എന്നോ പറഞ്ഞു, നമ്മൾ ഓർക്കണം. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു പോയ മുന്നറിയിപ്പാണിത്. നിങ്ങൾ പ്രകൃതിയെ ആവശ്യത്തിലേറെ ദുരുപയോഗപ്പെടുത്തിയാൽ സംഭവിക്കാൻ പോകുന്നത്, പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടായേക്കാം. പ്രകൃതിയെ അപായപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ചില സൗകര്യങ്ങൾ കിട്ടിയേക്കാം, അത് ഒന്നാമത്തെ സൗകര്യമാണ്. എന്നാൽ രണ്ടാമതും മൂന്നാമതും നിങ്ങൾ കാണാത്ത വിപത്തുകൾ പ്രകൃതിയെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന കാലത്തോളം, ഉപദ്രവിക്കുന്ന കാലത്തോളം പ്രകൃതി നിങ്ങളോട് കണക്ക് തീർക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഓസോൺ പാളി തകർന്നു പോയിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും നമ്മളോട് ചോദിക്കാതെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ആക്രമിക്കുന്നു. കാലാവസ്ഥ ലോകത്തിൻ്റെ ഒരു വലിയ കൺസേണായി മാറുന്നു. കാർബൺ നമ്മുടെ അന്തരീക്ഷത്തെ ദുഷിപ്പിക്കുന്നു. ജീവിക്കാൻ വയ്യാതെ നമ്മുടെ രാജ്യതലസ്ഥാനത്ത് നിന്ന് പ്രധാനപ്പെട്ട ശേഷിയുള്ള മനുഷ്യരൊക്കെ ഇന്ത്യ വിട്ടു പോകുന്നു. ഇങ്ങനെ ഒരു കാലാവസ്ഥയിലാണ് മാർസിനെ വീണ്ടും വായിക്കണം എന്നെനിക്ക് തോന്നിയത്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഏറ്റവും ചുരുങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാർ നാട് ഭരിക്കുമ്പോഴെങ്കിലും പ്രകൃതിയെ ആദരിക്കണം, പ്രകൃതിയുടെ നിലവിളിക്ക് കാതുകൊടുക്കണം എന്ന് പഠിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ഗുരുവര്യനായിരുന്നു കാറൽ മാർസ് എന്ന് ഓർക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കെങ്കിലും കഴിയണം എന്ന് പറയാനാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.